ADGP അജിത് കുമാറിനെതിരെ വീണ്ടും PV അൻവർ MLA. ADGP അജിത് കുമാർ കവടിയാർ കൊട്ടാരത്തിനടുത്ത് സ്ഥലം വാങ്ങിയെന്ന് അൻവർ 12,000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പണിയുന്നത്. അതേസമയം സോളാർ കേസ് അട്ടിമറിച്ചതിൽ ADGPക്ക് പങ്കെന്നും അൻവർ പറഞ്ഞു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് വീണ്ടും MR അജിത് കുമാറിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വ്യക്തമാക്കിയത്? വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് PV അൻവർ MLA ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ADGP MR അജിത് കുമാറിനെ ദാവൂദ് ഇബ്രാഹിം ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്തായിരുന്നു അദ്ദേഹം മുന്നോട്ടേക്ക് വന്നത്. സൈബർ സെല്ലിലെ പ്രമുഖരെ ഉപയോഗിച്ച് മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള കോൾ റെക്കോർഡുകൾ ഈ ADGP MR അജിത് കുമാർ ചോർത്തി എന്നതുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും പ്രതിക്കൂട്ടിൽ വെക്കുന്നതിന് സമാനമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അജിത് കുമാർ മുന്നോട്ടേക്ക് വെച്ചത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ADGP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന വളരെ ഗൗരവമായ, വളരെ ഗുരുതരമായ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഈ ഫോൺ ചോർത്തലിലൂടെ തനിക്ക് ലഭിച്ചു എന്ന കാര്യം കഴിഞ്ഞ ദിവസം PV അൻവർ MLA പുറത്തു കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് വളരെ ഗൗരവപരമായ മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള പല പ്രവൃത്തികൾ കൂടിയും ADGP MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നും തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് സമീപത്ത് 15 കോടിയോളം രൂപ വരുന്ന ഭൂമി സ്വന്തമാക്കിയെന്നും അവിടെ കൊട്ടാര സദൃശമായിട്ടുള്ള ഒരു വീട് അല്ലെങ്കിൽ കൊട്ടാര സദൃശമായിട്ടുള്ള കെട്ടിടം പണിയാനുള്ള തയ്യാറെടുപ്പ് ഇദ്ദേഹം നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വന്നത്. അതോടൊപ്പം ഇടവണ്ണ കേസിൽ നിരപരാധിയായ ആളുകളെ കൊടുക്കാനുള്ള ശ്രമം ഈ ADGP MR അജിത് കുമാർ നടത്തിയെന്നൊരു ഗുരുതരമായ ആരോപണമുണ്ട്. ഈ ഇടവണ്ണ കേസ് എന്ന് പറയുന്നത് സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൊലപാതകമാണ്, അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന ആരോപണം ഈ അജിത് കുമാർ PV അൻവർ മുന്നോട്ടേക്ക് നോക്കുന്നു. സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിലും ADGP MR അജിത് കുമാറിന്റെ പങ്കുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. സർക്കാരിനെ, ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതും UDF പ്രമുഖരായ മന്ത്രിമാരെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നതും ഈ സോളാർ കേസാണ്. നമുക്ക് ആ കാര്യങ്ങൾ ഓർമ്മയുള്ളതുമാണ്. ആ വിഷയത്തിൽ ഉൾപ്പെടെ ഈ ADGP MR അജിത് കുമാറിന്റെ പങ്കുണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഇനിയും ഒരുപാട് ഫോൺ റെക്കോർഡുകൾ പുറത്തുവിടാനുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഈ PV അൻവർ പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെടെ ADGP MR അജിത് കുമാറിന്റെ പങ്കുണ്ട് എന്നും നിരവധി കൊലപാതകങ്ങൾ ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് PV അൻവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. PV അൻവർ ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ തന്റെ ജീവന് ഭീഷണി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലുള്ള പ്രതിരോധം ഉണ്ടായിക്കഴിഞ്ഞാലും തനിക്ക് പറയാനുള്ളത് കൃത്യമായി പറയും. അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകും, കൂടുതൽ തെളിവുകളുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അതെന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് പോലും ADGP MR അജിത് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ PV അൻവറിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ PV അൻവറിന്റെ വാദത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള മറുപടി പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ PV അൻവർ ഒരു ആരോപണമായി ഗുരുതരമായിട്ടുള്ള, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെയുള്ള കൊലപാതകത്തിന് പോലും ADGP കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത് ADGPയുടെ പങ്കുണ്ടായിരുന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നു. അന്നത്തെ ദിവസം മുഖ്യമന്ത്രി ആരും പ്രതികരിക്കുന്നില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നു. സ്വർണ്ണം 15 കോടി രൂപയുടെ ഭൂമി സ്വന്തമാക്കുന്നു, കെട്ടിടം വെക്കുന്നു, ഇടവണ്ണ കേസ് കൊലപാതക കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു. പിന്നാലെ മുഖ്യമന്ത്രി പ്രതികരണമായി വെക്കുന്നു. എത്ര കൊമ്പനായാലും വെച്ചു ഉറപ്പിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുമായി മുന്നോട്ടേക്ക് നോക്കുന്നു. പല ഘട്ടങ്ങളിലും ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ രക്ഷകനായിട്ടും മുഖ്യമന്ത്രി പലപ്പോഴും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന കാഴ്ചകളൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അതിന് വിരുദ്ധമായിട്ട് PV അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ ഈ PV അൻവറിന് പിന്നാലെ തന്നെ കാരാട്ട് റസാഖും KT ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGPക്കും എതിരെ ഈ PV അൻവറിന്റെ ചുവട് പിടിച്ച് പലതരത്തിലുള്ള പരാമർശങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. KT ജലീൽ പറഞ്ഞു വെക്കുന്നത് ഇനി ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ്. പോലീസ് തലപ്പത്തുള്ള നിരവധി ആളുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ പുസ്തകത്തിൽ കൂടെ പുറത്തേക്ക് വരുന്നുള്ളതാണ്. അതായത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുമായി ഭരണപക്ഷ MLA മാർ മുന്നോട്ടേക്ക് വരുന്നു. സർക്കാരിനെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. അത് തന്നെയാണ്. ഗൂഗിൾ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.